ഹലോ കൂട്ടുകാരെ, അപ്പം നാളത്തെ എൻ്റെ ഡിന്നറിനുള്ളത് എന്ത് ഈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കിയ. അല്ലെങ്കിൽ പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ അതിന് ചട്നി അരച്ച്, അതിന് സാമ്പാറുണ്ടാക്കി, അങ്ങനെ സമയങ്ങൾ തന്നെ നമുക്ക് പോകുന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് ഇലയൊക്കെ അരിഞ്ഞിട്ടു, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പെട്ടെന്നിട്ടു, പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചു, അത് പ്രോട്ടീന് വേണ്ടി. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രസ്സിങ്ങിൻ്റെ തീർന്നു പോയി. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് നമ്മൾ മേടിക്കുക. നമുക്ക് മനസ്സിനാണെങ്കിൽ നമുക്ക് മനസ്സിന് പിടിച്ച ഡ്രസ്സിങ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ നമുക്ക് കിട്ടും. അല്ല നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം എന്തോ മയോണൈസൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ നമുക്ക് ഡ്രസ്സിങ്ങും ഉണ്ടാക്കാം. അവക്കാടയോ ഒലിവ് ഓയിൽ, സവർ ക്രീം, ഇതെല്ലാം കൂടെ, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രീം കിട്ടും. അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കുക, നമുക്കിഷ്ടമുള്ളത്. പലതരത്തിലുള്ളതുണ്ട്, നല്ല ടേസ്റ്റുള്ള. അപ്പം നമ്മളിങ്ങനെ ഇലയും ക്യൂക്യുംബറൊന്നും അതുപോലെ എടുത്ത് കഴിക്കത്തില്ലല്ലോ, ഒട്ടും ടേസ്റ്റ് ഇല്ല. ആ ഒരു ഡ്രസ്സിങ് ഒഴിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാനുള്ളൊരു മൂഡും നമുക്ക് കഴിക്കാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് നിങ്ങളിതൊരു ജീവിത സ്റ്റൈലിയുടെ ഭാഗമാക്കുവാണെങ്കിൽ ഒരാഴ്ച 2 ദിവസം 3 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്തി ബെനിഫിറ്റ് ഉണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഡിന്നറിനിപ്പം അത് ശീലമാക്കിയിട്ടിപ്പോൾ 1-2 മാസം ആയെങ്കിലും ഇടയ്ക്ക് എനിക്ക് പറ്റത്തില്ല, മടുപ്പ് വരുന്ന രീതിയിലേക്ക് ആക്കരുത്. നമ്മളൊരു ദിവസം നിശ്ചയിക്കുക, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ, അങ്ങനെ 2-3 ദിവസം ഞാനിതാണ് സാലഡാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിലത് പറഞ്ഞുറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഇടാം. ആപ്പിളോ എന്ത് വേണേലും ഇട്ട് ഹെൽത്തിയാക്കി മാറ്റുക. അവനവൻ്റെ ഇഷ്ടവും എന്തോ ഇമാജിനേഷൻ അനുസരിച്ച് എനിക്ക് എന്തൊക്കെ ഇട്ട് ഹെൽത്തി ആവണമെന്ന്, അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇതൊരു നല്ലൊരു ബെനിഫിറ്റാണെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായയും കൂടെ, ഗ്രീൻ ടീ ഗ്രീൻ ടീ ജോലി സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാനൊരു കുറച്ച് കെറ്റിലിൽ ഇവിടുന്ന് കൊണ്ടുവന്ന് വെള്ളം തിളപ്പിച്ച് അതിലോട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസിയാണ്. പിന്നെ നമുക്കൊരു ഡെസേർട്ട്, അതിനുവേണ്ടി ഐസ്ക്രീമോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തേലും ഒരു സ്വീറ്റ് ഐറ്റംസ്, കേക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കഴിക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇത് നല്ല ഫുള്ളാണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് എൻ്റെ ഒരു ശീലമാക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ അതിനോട് യോജിച്ച് കഴിഞ്ഞു. നമ്മൾ ഏതൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നോ അതാണ് നമ്മുടെ ശീലമായി സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്ത് കഴിയും. അപ്പോൾ നമ്മളത് ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ പോലെയാണ്. നമ്മളെന്നും കൈ കഴുകുകയും തുടക്കുകയും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമൊക്കെ ഓരോ ഭക്ഷണ രീതി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക്